ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മുല്ലക്കലൊക്കെ ഒന്ന് പോകാൻ കരുതി. അപ്പോൾ അവിടെ കിടക്കാൻ പറയുമ്പോൾ ഒരു സായിപ്പ് അമ്പലം നോക്കിയിരിക്കുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല, അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മുല്ലക്കയിൽ നമ്മുടെ കോഫി ഹൗസിൽ പോയിട്ട് മസാല ദോശ കഴിക്കാം എന്നുള്ള മൈൻഡ് സെറ്റാക്കിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ നമുക്കെന്നാൽ പൂരി മസാല കഴിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂരി മസാല കഴിച്ചു. പക്ഷെ വളരെ തെറ്റായൊരു തീരുമാനമായിരുന്നു പൂരി മസാല. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി ഞാൻ അവിടുത്തെ മസാല ദോശ ഫാനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പൂരി അങ്ങനെ വലിയ ഇഷ്ടം തോന്നിയില്ല കേട്ടോ. പിന്നെ ചിലർക്ക് അതിൻ്റെ ചിലരുടെ ഫേവറേറ്റ് ആയിരിക്കും. പക്ഷേ എനിക്കെന്തോ വലിയ ഇത് തോന്നിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഫി ഹൗസിൽ മെയിനായിട്ട് പോകുന്നത് എന്തിനാണ് ഗൈസ്? അവിടുത്തെ കോഫി കുടിക്കാനും പിന്നെ അവിടുത്തെ കട്ട്ലറ്റ്. അയ്യോ, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം അവിടുത്തെ കട്ട്ലറ്റ്. കുറച്ച് നാൾ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ അതിൻ്റെ ആ സോസ് ഒരു രക്ഷയില്ല, കിടിലായിട്ട്. പിന്നെ അവളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഓർഡർ ചെയ്ത്, അതും ചിക്കൻ ഫ്രൈ ആയിട്ട് അവളവിടെ മുലക്കിരുന്ന് അവളുടെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഞങ്ങൾ പൂരി കഴിച്ച് തീർത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഐറ്റമായ കട്ട്ലറ്റിലോട്ട് കടക്കാൻ പോവാണ്. സോ ഞാനിങ്ങനെ നൈഫൊക്കെ കണ്ടു, ഞാൻ പ്രോ ആണെന്നൊന്നും വിചാരിക്കരുത് ഗൈസ്. ഇത് നമ്മൾ കോഫി ഹൗസിൽ പോകുമ്പോൾ മാത്രം നമ്മൾ ചെയ്യുന്നൊരു പരിപാടി കേട്ടോ ഇത്. അല്ലാതെ എൻ്റെ ഒരു ഇതിൽ നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെ ചെയ്യുന്ന നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് പോകത്തില്ല. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക, കോഫി ഹൗസിൽ പോകുമ്പോൾ മാത്രം നടക്കുന്നൊരു പ്രത്യേക തരം പരിപാടിയാണ്. പിന്നെ കുറച്ച് സമയം പിടിക്കും, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കഴിച്ച് പഠിക്കുന്നത്. ഭാവിയിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കണ്ടേ, അതിനുള്ള ചെറിയൊരു ട്രെയിനിങ്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഈ നമ്മുടെ ഓണിയനും സാലഡ് പോലെ തരത്തില്ലേ, അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഉമ്മയെ കുറച്ച് നേരം പോസ്റ്റ് കൊടുത്ത് കുറേ നേരമായി. അവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാഹസമായിട്ട് ഞാനങ്ങ് ഇരിക്കുക. പിന്നെ 2 പേടയും വാങ്ങിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.